മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നത് FCRA നിയമ ഭേദഗതി ബിൽ അവതരണം കേന്ദ്രം നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ബിൽ ഇന്ന് പരിഗണിക്കില്ല എന്നാണ് നിയമമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ये FCRA अमेंडमेंट बिल पहले इंट्रोड्यूस हुआ था, इसीलिए आज सूची में आया है। मैंने कांग्रेस के वरिष्ठ नेताओं को कल भी बताया, आज भी बताया कि आज FCRA बिल जो लिस्टेड है वो कंसिडरेशन के लिए टेकअप नहीं किया जा रहा है। और दूसरी बात, FCRA को लेकर के गलत फहमी जो फैलाया गया है केरल में, ये ठीक बात नहीं है। FCRA का जो ओरिजिनल बड़ा अमेंडमेंट 2010 में कांग्रेस ने जो लाया था, उसके बाद कई अमेंडमेंट आए हैं। इस बार जो अमेंडमेंट है ये फॉरेन से कंट्रीब्यूशन आता है उसके रेगुलेशन के लिए और सही इस्तेमाल के लिए, नेशनल सिक्योरिटी, नेशनल इंटरेस्ट, इसका ध्यान में रखते हुए पैसा का गलत इस्तेमाल ना हो, इसका निगरानी के लिए एक अच्छा कदम रहा है। और यही सरकार कर रहे हैं, किसी धर्म के खिलाफ नहीं है, किसी संगठन को टारगेट नहीं किया जा रहा है। യെസ്, എന്തായാലും ബില്ല് ഇപ്പോൾ തന്നെ, അതായത് നിയമ ഭേദഗതി എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രതിപക്ഷ പാർട്ടികൾ വിഷയം ഉന്നയിക്കുന്നു. അതേസമയം ബിൽ ക്രൈസ്തവ സഭയ്ക്കെതിരല്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ബില്ലിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ പേരിതായി എടുത്തു പറഞ്ഞത് പ്രേക്ഷകർ കേട്ട് കഴിഞ്ഞതാണ്. എന്തായാലും ബില്ല് ഏതെങ്കിലും തരത്തിൽ ഒരു മതവിശ്വാസത്തെ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതല്ല. അത് ഒരു തരത്തിലുമുള്ള അവകാശങ്ങളും ലംഘിക്കുന്നില്ല. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ മാത്രമാണ് വരുത്തുന്നത് എന്നുകൂടിയാണ് കിരൺ റിജിജു വ്യക്തമാക്കിയത്. बिल पहले इंट्रोड्यूस हुआ था, इसीलिए आज सूची में आया है। मैंने कांग्रेस के वरिष्ठ नेताओं को कल भी बताया, आज भी बताया कि आज FCRA बिल जो लिस्टेड है वो कंसिडरेशन के लिए टेकअप नहीं किया जा रहा है। और दूसरी बात, FCRA को लेकर के गलत फहमी जो फैलाया गया है केरल में, ये ठीक बात नहीं है। FCRA का जो ओरिजिनल बड़ा अमेंडमेंट 2010 में कांग्रेस ने जो लाया था, उसके बाद कई अमेंडमेंट आए हैं। इस बार जो अमेंडमेंट है ये फॉरेन से कंट्रीब्यूशन आता है उसके रेगुलेशन के लिए और सही इस्तेमाल के लिए। അത് തന്നെയാണ് അദ്ദേഹം കേരളത്തെ കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. കേരളത്തിൽ തെറ്റായ പ്രചാരണം നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും സജിത്ത്, 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കുന്നതിനിടെ ഈ ബില്ല് അവതരിപ്പിക്കപ്പെടുന്നു. ആ ബില്ലുമായി ബന്ധപ്പെട്ട് കൃത്യമായി സൂക്ഷ്മമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതാണ്. ബിൽ പാസ്സാക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ അത് ചർച്ച ചെയ്ത് പാസ്സാക്കി കഴിയുമ്പോൾ മാത്രമാണത് എങ്ങനെ പ്രാവർത്തികമാകുന്നു എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. പക്ഷേ വലിയ തോതിൽ അത് ചർച്ചയാകുന്ന സാഹചര്യം, ക്രൈസ്തവ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ബില്ലാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ബിൽ മാറ്റിവെക്കുമ്പോൾ അതിലൂടെ സർക്കാർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അഭിലാഷ്, സർക്കാർ അല്പം പിന്നോട്ട് പോകുന്നു എന്ന സൂചനയാണ് ഇന്നത്തെ ഈ നടപടി വ്യക്തമാവുന്ന കാര്യം. കാരണം ഇന്ന് തന്നെ ഈ ബില്ല് പാർലമെന്റിൽ, ലോക്സഭയിൽ അവതരിപ്പിച്ച് പിന്നീട് രാജ്യസഭയിൽ തുടർ ചർച്ച, അതിനൊടുവിൽ ഈ സഭാ സമ്മേളനത്തിനൊടുവിലേക്ക് വരുമ്പോൾ അത് നിയമമാക്കുക, ഇതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. ഇതുതന്നെയാണ് നേരത്തെ സർക്കാരിൻ്റെ ഭാഗത്തുള്ള നേരത്തെ ആഭ്യന്തര സഹമന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്ന കാര്യവും. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകുന്നു എന്ന സൂചനയാണ് ഇന്നത്തെ നടപടിയെന്ന് നമുക്ക് കരുതാം. ഇന്ന് എന്തായാലും പരിഗണിക്കിടക്കില്ല എന്ന കാര്യം കേന്ദ്രമന്ത്രി കിരൺ റിജിജു, പാർലമെന്റ് കാര്യമന്ത്രി, വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ നാളെ ഇത് വരുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും സംസ്ഥാന BJP നേതൃത്വം അടക്കം കടുത്ത സമ്മർദ്ദം കേന്ദ്ര നേതൃത്വത്തിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വരുന്നു. BJPക്കെതിരെ ഇതിന് ഗൂഢലക്ഷ്യമുണ്ട് സർക്കാരിന് എന്ന ആക്ഷേപം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബാധിക്കപ്പെടുമെന്ന ആശങ്ക BJP പങ്കുവച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPക്ക് ക്രൈസ്തവ വോട്ടുകളിൽ വലിയ സ്വാധീനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർ വച്ചു പുലർത്തവേ ഇത്തരമൊരു നീക്കം തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് ആ നീക്കമുണ്ടാവുന്നത്. ഇതുകൂടി കണക്കിലെടുത്ത് വേണം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പിന്നോട്ട് പോക്ക് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും നാളെ ഇത് പരിഗണിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുന്നില്ല. ഇന്ന് എന്തായാലും ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന കാര്യമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇന്ന് പാർലമെന്റിൽ ഏറെ നാടകീയ രംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് നിന്നും
ഈ ക്രൈസ്തവ സഭകളുടെ നിലപാട് കൂടി അറിഞ്ഞ UDF MP-മാർ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മാറ്റിവെച്ച് അവർ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തി. സഭയിൽ തുടക്കം മുതൽ തന്നെ വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. സഭയ്ക്ക് പുറത്തും പ്രക്ഷോഭവുമായി MP-മാർ രംഗത്തെത്തി. ഒടുവിലാണ് ഇന്ന് സഭയ്ക്ക് ഉള്ളിലേക്ക് വന്നപ്പോൾ കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ തൽക്കാലം പരിഗണനയ്ക്കെടുക്കില്ല. ഒപ്പം കേരളത്തിൽ ഇത് തെറ്റിദ്ധാരണ പടർത്താൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതിനപ്പുറം സർക്കാരിന് മികച്ച ഉദ്ദേശ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. യെസ്, എന്തായാലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും അസമിലും പുതുച്ചേരിയിലും ഒപ്പം കേരളത്തിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ കേരളത്തിൽ ഈ വിഷയത്തെ തെറ്റായി അവതരിപ്പിക്കുന്നു പ്രതിപക്ഷം എന്ന് തന്നെയാണ് പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, കേരളത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കിരൺ റിജിജു സംസാരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.